അപ്പോൾ ഓറഞ്ചമ്പടിയുടെ ചോറ് തീറ്റ എങ്ങനെയാണ്? ഞങ്ങൾ എന്നും ഇലയിലാണ് ചോറ് തിന്ന, എല്ലാ കാര്യങ്ങളും ഒരുങ്ങി. അപ്പോൾ ഷൂട്ട് ഇപ്പോൾ ബ്രേക്കാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു ലഞ്ച് ബ്രേക്കാണ്. ക്യാമറ ലൈറ്റൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. ഇത് പ്രിയപ്പെട്ട റഹ്മാൻ ഖാൻ എന്താണ് ഓറഞ്ച് മീഡിയയിൽ നിന്ന് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്? ഓറഞ്ച് മീഡിയ വളരെ ഹൃദയത്തോടൊപ്പം നിൽക്കുന്ന ഒരു മീഡിയയാണ്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സാധനത്തിന് ബഹുമാനപ്പെട്ട ഷാജി വിളിച്ചിട്ടില്ല. ആദ്യമാണെന്ന് വിളിച്ച് ചെറുത് ഇങ്ങനെ ചെയ്ത് എങ്ങനെയാണ് ശരിയാവും വിചാരിക്കാം. ഒക്കെ അടിപൊളിയാണ്. നമ്മൾ അഭിനയിച്ചില്ലേ? അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും റഹ്മാൻക്ക് ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്, അത് പറയണ്ടേ? ഒരു നല്ല കലാകാരൻ, നല്ല പ്രൊഡ്യൂസറും കൂടിയാണ്. മാഷാ അല്ലാഹ് കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഞങ്ങളിപ്പോൾ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണെയാണ്. വരുന്നത് ഭക്ഷണം കഴിക്കാൻ നല്ല അടിപൊളി ബീഫാണ്, അടിപൊളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രദീപ് ഇവിടെ ചോറ് വിളമ്പി തുടങ്ങി. ബീഫ് കറി വേണ്ടവർക്ക് മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞു. ബ്രേക്കാണ്, ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, വളരെ കോമൺ ആയ ഒരു സെറ്റാണ്. ഇപ്പോൾ നമുക്കിവിടെ വളരെ പോസിപ്പോ കാര്യങ്ങളൊന്നുമില്ല. വളരെ കാഷ്വലായിട്ട് എല്ലാവരും വാങ്ങുക, എന്താ പറയുക, വെക്കിയ പടമ്പ് കഴിക്കുക. ഓക്കെ, ഇനി റസിയുടെ വിഷയം കാണിച്ചാൽ റസിയുടെ അടുക്കള എന്തോ പണിയിലാണ്. പപ്പടം കാച്ചൽ തോന്നുന്നുണ്ട്. റസിയ പപ്പടം കാച്ചലൊക്കെ കഴിഞ്ഞു, കറി എടുക്കുകയാണ് അല്ലേ? ബീഫ് കറി. ഓഹോ, അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നാ. ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ രക്ഷയില്ലാത്ത ആളാണ് കേട്ടോ. ചോറ് ഇവിടെ അതാ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾ നല്ല അടിപൊളി. ഇതെന്ത് ഉപ്പേരിയാ? ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പപ്പടം കാച്ചിയത്, ബീഫ് കറി പറ്റാത്തവർക്ക് എന്താ പച്ചക്കായ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാടൻ പച്ചക്കായ ഇട്ടിട്ട് പച്ചക്കായന് അത് കിട്ടാൻ പ്രയാസമുള്ള കാല. അടിപൊളി നേന്ത്രക്കായ അല്ലേ? അപ്പോൾ അടിപൊളി ചോറ് ഇതായിരിക്കുന്നത് കണ്ട. അപ്പോൾ ഒക്കെ റെഡിയാണ്. ഞങ്ങൾ ഇനി കഴിക്കാൻ പോട്ടെ. ഇതിങ്ങനെ റിൽസെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കഴിക്കില്ല. നീ വരുന്നുണ്ട് കഴിക്കാൻ വരുന്ന? എന്നാ ഇതാ വരുന്നത്, നടന്നോട്. അപ്പോൾ ബീഫ് കറി വേണ്ടവർക്ക് ബീഫ് കറി, മീൻ കറി വേണ്ടവർക്ക് മീൻ കറി. എന്തിനാണ് ബീഫ് കറി നല്ല കായിട്ട് വെച്ച ബീഫ്? ആ സ്മെല്ലിന് എങ്ങനെയുണ്ട്? വൈബല്ലേ? ഷാജിക്കാക്ക ചെമ്പ് അങ്ങനെ കൊടുത്ത് ചേഞ്ഞു കൊടുത്തൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ് കഴിക്കട്ടെ. അതാണ് ഞങ്ങളുടെ ഒരു സ്നേഹം. ഞങ്ങൾ ഓറഞ്ച് ഫാമിലിയാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഭാരമുള്ളത് ഞാൻ തന്നെ വിളമ്പും. പപ്പടം ഞാനാണ് വിളമ്പുന്നത്. ഭയങ്കര ഭാരപ്പെട്ടൊരു പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുധീറെ ഇതാ കേട്ടോ, ഭാരപ്പെട്ട പണി ഞാൻ തന്നെ ചെയ്യാം. ഇതാ റഹ്മാനൊക്കെ പപ്പടം കഴിക്കാം. ഓക്കെ. ആഹാ, പപ്പടം ബീഫോടും കൂട്ടി ഇനി ചെറിയൊരു ഉപ്പേരിയോട് വരാനുണ്ട് കേട്ടോ. ഉപ്പ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഒരു ഉപ്പേരി. അതാ കുഞ്ഞനെന്താ കൊണ്ടുവരുന്നത്? ഉപ്പേരി. ഇപ്പോൾ അതാ സിറാജിക്കും വന്നു. സിറാജിക്കൊക്കെ അഭിനയിക്കുന്ന കോസ്റ്റ്യൂമിൽ തന്നെ ഉള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ. ഇതാണ് ഓക്കെ. പ്രിയപ്പെട്ട തങ്ങളുടെ വക അച്ചാറും കൂടി വിളമ്പിയപ്പോൾ ആ പോർഷൻ അങ്ങോട്ട് സൂപ്പറായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ലൊക്കേഷനും. പ്രദീപ് എവിടെ താമസിക്കുന്നു അവിടെ ഞങ്ങൾ പുലിമട എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ഞങ്ങൾ പുലിമട. അപ്പം ഇനി കൂടുതൽ സംസാരിച്ചെന്നാൽ എല്ലാവരും കഴിക്കും. ഞാൻ പറ്റി കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പോൾ പപ്പടം വിളമ്പി കൊടുത്തിന് വന്നതാണ്. കഴിച്ചോട്ടെ കഴിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, അടിപൊളി.